KSRTCയുടെ പുതിയ തുടക്കം. KSRTC സംഘടിപ്പിക്കുന്ന എക്സ്പോയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ KSRTC വിവിധ ശ്രേണികളിൽ പുറത്തിറക്കുന്ന ഒരു ദിനമാണ്. നാളെ 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വാഹനങ്ങളെല്ലാം ഫ്ലാഗ് ഓഫ് ചെയ്യണം. 150 വണ്ടിയോളം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടക്കമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമാണ് ഇത്. ഓർമ്മ എക്സ്പ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളോട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ, മലയാളിയുടെ അഭിമാനമായ ശ്രീ പ്രിയദർശൻ, മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന നടൻ, ഹാസ്യത്തിലും വളരെ സീരിയസ് ആയിട്ട് രംഗങ്ങളും തിളങ്ങിയ ശ്രീ മണിയമ്പള രാജു, അവർ രണ്ടുമാണ് നമ്മളൊപ്പം ഉള്ളത്. അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ. പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം സിറ്റിയിൽ ടൗണിൽ പഠിച്ചവരാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും മറ്റെവിടെയുള്ള ബസ് അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. KSRTCയുമായിട്ടുള്ള ബന്ധമാണ്. KSRTC പഠിക്കുന്ന കാലം മുതൽ ബസ്സിലാണ് പോകുന്നത്. പൂജപ്പുരയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം. സ്റ്റുഡൻസ് വണ്ടിയാണ്. ഇപ്പൊ സ്റ്റുഡൻസ് വണ്ടി ഇല്ല അല്ലേ? ഇല്ല, സ്റ്റുഡൻസ് വണ്ടി ഇല്ല. അന്ന് ലേഡീസ് വണ്ടി, സ്റ്റുഡൻസ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷെ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല, ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ് താല്പര്യം. ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ, എനിക്ക് 2-3 കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ, ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും, അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അപ്പോൾ അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ പ്രായത്തിന്റെ കുറെ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, 2 ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി, മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്ങായി. ഒറ്റ വണ്ടിയേ ഉള്ളൂ സ്റ്റുഡൻസ് വണ്ടി. അപ്പൊ ഇങ്ങനെ ഇതൊരു വയങ്കര രസമാണ്. വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ചെറിയൊരു തകരാറുണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറണമല്ലോ, ഇവൻ ഡബിൾ അടിച്ചു കളയും. വണ്ടി അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ല കോളേജിന്റെ മുമ്പിൽ. പിന്നെ കോളേജിന്റെ ബെഞ്ചിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം. അപ്പോഴെന്താണ് ഇവർ ചെയ്യുന്നത് വെച്ചാൽ, ഇവര് ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കയറാൻ പറ്റില്ല. സോ ശരിക്കും പറഞ്ഞാലൊരു എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ്. രാവിലെയും വൈകിട്ടും അതൊരു ത്രില്ലാണ്. KSRTC ബസ്സിൽ അതെ, എനിക്കൊരു അനുഭവം ഉണ്ട് ഗണേശനുമായിട്ട്. ചെപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തു നിൽക്കാൻ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ചെന്നൈയിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബസ് വരും. ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ബസ് വരുമ്പം ഗണേശൻ പറയുന്നത്, ഇങ്ങനെ വേണം ബസ് സർവീസ് എന്ന് വെച്ചാൽ. അങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇവിടെ? ഇപ്പൊ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഈ ട്രാഫിക്കിന്റെ പ്രശ്നമൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്താണ് സ്റ്റാർട്ട്, നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി അവർ പാലിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചെലവ് ആപ്പ് എന്നൊരു ആപ്പുണ്ട്, KSRTC ചെലവ് ആപ്പ്. അത് മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരുമെന്ന് കാണിക്കും. അപ്പം അതിലേക്ക് മാറിയാൽ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു. അപ്പം നമുക്കറിയാം താമസിക്കും. അളിയൻ്റെ അനുഭവം എന്താണ്? തിരുവനന്തപുരത്തല്ലേ താമസിച്ചു? ഞാൻ തയ്ക്കാറാണ് താമസം. അപ്പം ബെല്ലടിച്ചിട്ട് പോയാൽ അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂൾ. അപ്പോൾ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്ന് തന്നെ പോകാനുള്ള അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസമുണ്ട്. അതിലൊരു പെൺകുട്ടിയെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ബാക്കിൽ വരുമോ? അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അപ്പോൾ അതുവരെ സൈക്കിൾ വരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സൈക്കിൾ വാടക എടുത്തതിൻ്റെ പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്ത്, ഇടയ്ക്ക് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബസ്സിൽ ഇവരെ കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി. അവിടെ ചെന്ന് ഇവർ നടന്നാ പോണത്. ഇവർ അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശംഖുമുഖത്ത് സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോൾ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ച്. അയാൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണുങ്ങളുടെ മുമ്പ് എന്നെ ഉടുക്ക് തൂക്കിയിട്ട് കവാല കുറ്റിക്ക് 2 അടി അടിച്ചത് പറഞ്ഞതും ഞാൻ സഹിച്ചു. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാണ്. ഈ അടി കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ സൈക്കിളിന്റെ 2 ട്യൂബ് ഇറങ്ങിവിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്കുള്ളിൽ മുഴുവൻ വിളിച്ച് എല്ലാ പെണ്ണുങ്ങൾ കേൾക്കുന്നു. സൈക്കിളിന് 2 കാറ്റും തോന്നുന്നുണ്ട്. ഞാൻ തിരിയുമ്പോൾ ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ മേഘനാഥൻ എത്തി നോക്കുന്നു. അച്ഛൻ നമ്മുടെ വീടിന്റെ അടുത്ത് നോക്കാം, അച്ഛന്റെ ഫ്രണ്ടാണ്. അയാൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് അടി വാങ്ങിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അടിയും കൊടുത്ത് സൈക്കിളിന്റെ കാറ്റ് ഊരി വിട്ടു. അങ്ങനെ എന്നെ KSRTC ചതിച്ചിട്ടേ ഉള്ളൂ. അതെന്റെ അനുഭവം, പറക്കാൻ പറ്റുന്നില്ല.
പക്ഷേ ബസ്സിലെ അനുഭവങ്ങൾ വേറെയാണ്. എനിക്കിപ്പോഴും ഒരു ഒരു അഭിമാനമായിട്ട് തോന്നുന്ന സംഭവമുണ്ട്. എനിക്കൊന്ന് 2001 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വോൾവോ ബസ് അന്ന് 2002 മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഇവിടുത്തെ എന്റെ പാലസിൽ നിന്നാണ് ഇവിടുന്ന് അത് ഓടിച്ചിറക്കിയത് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഒരു വോൾവോ ബസ് കൊടുത്തത്. കേരളത്തിൽ ആദ്യത്തെ വോൾവോ ബസ്സാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആദ്യത്തെ വോൾവോ ബസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പത്രത്തിൽ കേസ് വരുന്നു. ഹെവി ലൈസൻസ് ഇല്ലാതെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ബസ് ഓടിച്ചത്. അയാൾക്ക് അറിയില്ലായിരുന്നു. ഗണേഷ് 5-6 കൊല്ലത്തിന് മുമ്പേ ലൈസൻസ് അറിയാൻ പറ്റില്ല. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അന്നത്തെ കാലത്ത് എല്ലാ KSRTC പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു കറുപ്പും വെള്ളയായിട്ടേ തോന്നുന്നു. പക്ഷെ പച്ച കളറും ഒരു സിൽവറുമാണ്. വരും ടിക്കറ്റ് ഇപ്പറ കൂപ്പൺ ഉണ്ടെങ്കിൽ കയറാം. പണ്ട് കൂപ്പൺ ഉണ്ടെങ്കിലേ കേട്ടു. അതെ, പിന്നെ കൺസെഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും കൺസെഷൻ ഇല്ലേ? കൺസെഷൻ ഇപ്പോഴും ഉണ്ട്. ഇന്ന് രാവിലെ മുകേഷ് വിളിച്ചു. മുകേഷ് വിളിച്ചിട്ട് എന്തായാലും ചോദിച്ചു, അല്ല ഈ വളരെ മോശം സമയമാണോ എന്ന് വെച്ചാൽ, അല്ല കാറൊക്കെ വിറ്റോ, ഇപ്പൊ ബസ്സിലാണ് യാത്ര എന്ന് കേട്ടു. മുകേഷ് അറിഞ്ഞു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരെ. ഈ ബസ്സിൽ പിന്നെ ഒരു പടം ഉണ്ടല്ലോ കളിന്റെ പ്രിയനെ ചേർന്ന് നമ്മളെ അക്കരെ വന്നൊരു മാരൻ ക്ലൈമാക്സ് ബസ്സിലാണല്ലോ. പ്രൈവറ്റ് ബസ്. അതെ, അത് മാത്രം ഷൂട്ട് ചെയ്തത് ഞാനാ. ആ സാധനം ഡയറക്ടർ ഗിരീഷ് ആണെങ്കിലും ആ പാർട്ട് ഷൂട്ട് ചെയ്തത് ഞാൻ. ക്ലൈമാക്സ് ആയിരുന്നു ബസ് വെച്ചിട്ട്. അതുപോലെ ശബരിമലയിൽ പോകുമ്പോ ഈ ബസ്സിൽ പോകുമ്പോഴേ ബസ്സിലാണ് പോകുന്നത് അന്ന് ഞാനൊക്കെ പോകുന്നത്. അപ്പൊ ചിലർ ഈ ബസ്സിൽ ഒമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ടെക്നോളജി കഴിവലല്ല മണൽ വരിയിടും. മണൽ വരിയിട്ട് പിന്നെ നമ്മൾ പോയി തൊഴിലിട്ട് വരുന്നവരെ അവിടെ കിടക്കും. അന്ന് വേറെ സെറ്റപ്പ് പോലെ സംഭവം. ഞാനൊരിക്കൽ തന്നെ മൂന്നാറിൽ പോകുമ്പോൾ ഇങ്ങനെ ബസ് ഇരിക്കുമ്പോഴത്തേക്കും വെള്ളമായിരുന്നാരാണെന്ന് ഫ്രണ്ട് ചെയ്ത് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് എന്റെ ഷർട്ടിൽ 3 വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ നെഞ്ചി കൂടെ മണ്ണാരിട്ട് ഇടയ്ക്ക് ഡബിൾ ഡക്കർ ഇല്ലായിരുന്നു. പിന്നെ ഡബിൾ ഡക്കർ വീണ്ടും വന്നു. അതെ, കാര്യം ഞാൻ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ വിചാരിച്ചു ഒരിക്കലും തിരുവനന്തപുരത്ത് ഇനി ഡബിൾ ഡക്കറിന് ഓടാൻ പറ്റില്ല, ഈ മരങ്ങളും ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം കട്ട് ചെയ്തു അല്ലേ? ആ മരങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തു. എല്ലാം ഈ വണ്ടി പോകുന്ന റൂട്ട് മരങ്ങളെല്ലാം പിന്നെ വണ്ടിയുടെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ്. അതെ, പക്ഷേ ഇതൊരു ലണ്ടന്റെ കൾച്ചറാണ്. ഈ നഗരം കാണിക്കാനായിട്ട് ഡബിൾ ഡക്കർ ഓപ്പൺ നമ്മളൊരു ലണ്ടൻ കൾച്ചറാണ്. അല്ല, ഇപ്പൊ നമ്മൾ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. എറണാകുളത്ത് നല്ല വിജയമാണ്, ഇവിടെയും നല്ല വിജയമാണ്. കാരണം ഈ മിക്കവാറും ദിവസം ഈ വണ്ടി ഫുള്ളായിട്ടാണ് പോകുന്നത്. ഈ മോളത്തെ നില എന്തായാലും ഫുള്ളായിരിക്കും എപ്പോഴും. കൂടുതലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. മൂന്നാറിലേക്ക് വേറെ ഡബിൾ ഡക്കർ ഉണ്ട്. ഇവിടുത്തെ ഡബിൾ ഡക്കർ തന്നെ ഗ്ലാസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര മഴ, ഫുള്ള് ജനം. മഴയത്ത് ഭയങ്കര ഹാപ്പി പിള്ളേർ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം മഴയൊന്നും പ്രശ്നമല്ല ആളുകൾക്ക്. അവർക്ക് എൻജോയ് ചെയ്യാന്നുള്ളത് ഇതൊരു ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ഈ പോണോപ്പാഫ്. അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നുമില്ല സംസാരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു പ്രണയങ്ങള്. ബസ്സും പ്രണയമായിട്ട് ഒരുപാട്. KSRTC ബസ്സിൽ ഇരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകന്റെ നടനായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഇവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്. ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളുന്ന 100 രൂപ കൊടുക്കും. 100 രൂപ കൊണ്ട് മാറി ഇന്ന് ബാക്കിയൊക്കെ മാറി വരുമ്പോഴത്തേ ഇവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ ചില്ലറ വാങ്ങിച്ചോളാൻ പറഞ്ഞു വിടും. പ്രണയം അല്ലാതെ കുറച്ച് ഏയിൽ ചിന്തിക്കുന്നവർ ഈ ബസ്സിൽ കയറില്ല. അവർക്ക് ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ബാക്കിൽ ഇങ്ങോട്ട് ഇടിക്കുക, അതൊന്നും ഇതിനകത്ത് നടക്കില്ല. മര്യാദയ്ക്ക് ഇരിക്കേണ്ടില്ല, നിർത്തി കൊണ്ടുപോകില്ലല്ലോ. എന്നിട്ട് ഇതിനകത്ത് നിർത്തത്തില്ല. അല്ലേ പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ട്. പണ്ട് എന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലമായിരുന്നു. ഈ കാത്തുനിൽപ്പിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല. ദൂരം നിർത്തി ആളെ ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നമ്മൾ ഓടണം അതിൻ്റെ പുറകെ കയറാൻ വേണ്ടിയിട്ട്. കാര്യം അതൊരു ആ സിസ്റ്റം അന്നു ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ചെയ്യില്ലായിരുന്നു, ഗവൺമെൻറ് ബസ് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. പിന്നീട് ഇപ്പൊ ഒരു ഇൻസെന്റീവ് സിസ്റ്റം ആക്കിയില്ലേ, ഇപ്പം അങ്ങനെ കയറ്റാതെ പോകാനൊക്കത്തില്ല. നടപടി വണ്ടിയിൽ കയറും. പണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി അമ്മയുടെ ബസ്സിൽ കയറും. അപ്പോൾ ഡ്രൈവർ അച്ഛൻ്റെ യൂണിയനാണ്. എല്ലാ ഡ്രൈവർമാരും ഡ്രൈവേഴ്സ് യൂണിയനാണ്. ഒറ്റ യൂണിയനേ ഉള്ളൂ. അച്ഛനാണ് അതിൻ്റെ പ്രസിഡന്റ്.
അപ്പോൾ അവർക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവരെ അടുത്ത് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമാണ്. പക്ഷെ അമ്മ ഈ കൈയും തലയൊക്കെ പുറത്തിടും വണ്ടിക്കകത്തിരുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും കണ്ടക്ടർ വഴക്ക് പറയുന്നത്. സത്യം പറയട്ടെ, മന്ത്രിയായിട്ട് ഇപ്പോഴും കണ്ടക്ടറെ പേടിയാ. ഒരു ഭയം, കണ്ടക്ടറാണെന്ന് ഒരു പേടിയാണ്. ചില പറഞ്ഞില്ല പോലീസ് പറയും. അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞു പോയ കണ്ടക്ടർ. പിന്നെ ഞാൻ ആദ്യം മന്ത്രിയായപ്പോൾ കണ്ടക്ടറുടെ യൂണിഫോം മാറ്റി, കാരണം ഈ കണ്ടക്ടറെ പേടി മാറാൻ വേണ്ടി. ഇപ്പൊ തിരിച്ച് വീണ്ടും കാക്കി പെയിന്റ് യൂണിഫോമിലേക്ക് പോയി. മുകേഷ് ഇത് പണ്ട് ചോദിച്ചു, സിനിമാ നടൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹം? കണ്ടക്ടർ എന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ചാൽ ഒരു രസമല്ലേ, മുട്ടിയൊരുമി അങ്ങോട്ട് പോയി ടിക്കറ്റ് കൊടുക്കുക, ഇങ്ങോട്ട് വന്ന് ടിക്കറ്റ്. ഇപ്പൊ മുട്ടിയൊരുമിയാൽ കേസാവും. ഞാനിപ്പോ തിരുവനന്തപുരത്താണോ വലിയ ദൂരയാത്രയാണോ? അല്ല, ഞാൻ ദൂരയാത്ര KSRTC-യിലാണോ പോകുന്നത്? ഇഷ്ടം പോലെ പോകുമായിരുന്നു. KSRTC അന്ന് ഈ നമ്മള് ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് രാത്രി ഈ 12 മണിക്ക് അങ്ങാണ്ട് ആലപ്പുഴയിൽ എവിടെ കൊണ്ട് നിർത്തി ബസ് നിർത്തിയിട്ട് ഈ കാപ്പുടിക്കാനായിട്ട് ഇറങ്ങി. എക്സ്പ്രസ് ബസ്സാണ്. അപ്പൊ ഒരു സീറ്റില് ഉള്ള ആളെ കാണാനില്ല. ഈ കണ്ടക്ടർ കിടന്ന് വിളിയോട് വിളി. ഈ ആള് വരാൻ പോകൂലല്ലോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു അയാളില്ലെങ്കിൽ ഇല്ല, നമുക്ക് പോവാം. എന്തിനാണ് വല്ല വണ്ടി അവിടെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഇയാളെന്ന് പറയുമ്പോ അവിടെ എത്തിയപ്പോ അവിടെ നിന്ന് ഇപ്പുറം സീറ്റ് ഇരുന്നു. ഇതേയുള്ളൂ സംഭവം. അയാളുണ്ടായിരുന്നു. അയാൾ ഞാൻ ഇവിടെ വന്നു അടിച്ച് കിണ്ടിയായിട്ട് അപ്പുറത്തെ സീറ്റ് കയറി ഇരുന്നു. ഇയാൾക്ക് വേണ്ടി അരമണിക്കൂർ ഇരുന്ന് നാട്ടുകാർ മുഴുവൻ അയാളെ തെറിയും. അയാൾ അറിഞ്ഞില്ല. അയാൾ പിന്നെ ഇതുമായിട്ട് തുടങ്ങി. ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് KSRTC. അല്ല രാജേട്ടാ, ഒരിക്കൽ ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോണു. ഇങ്ങനെ മന്ത്രിയാണ്, പക്ഷെ സ്റ്റേറ്റ് കാറിലല്ല, ഇങ്ങനെ സ്വന്തം കാറിൽ. അദ്ദേഹം ഓടിക്കുന്നു, ഞാൻ സൈഡിൽ ഇരിക്കുന്നു. പോയിട്ട് കരമന എത്തുമ്പോഴത്തേക്കും ഒരു KSRTC ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഭയങ്കര റാഷായിട്ട് കയറുന്നു. വണ്ടി ഒതുക്കി നേരെ കൊണ്ട് ഒതുക്കി അങ്ങനെ ഗ്ലാസ് താത്തിട്ട് ഇങ്ങനെ ഈ ഡ്രൈവറുടെ മുഖം കാണാൻ. കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ മന്ത്രി ഒരു കാറിൽ പ്രതീക്ഷിക്കില്ല. എങ്ങോട്ട് പോകണം? ഇട സൈഡിൽ കൂടെ ഉണ്ടോ ഓർത്തേക്കുന്നത്? അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ കിളി പോയി. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യില്ല. ഒരു 3 മാസം ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് എടപ്പാളിലെ കാട്ടോ ഒന്ന് പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല.